കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. മാങ്ങയിട്ട് തേങ്ങ അരച്ച് കുറുകിയ ചാറിലുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്ത് വീഡിയോ കാണാനും മറക്കില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് കോര മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോര, പുതിയാപ്പിളക്കോര, കിളിമീൻ എന്നൊക്കെ പറയാറുണ്ട് ഈ മീനിനെ. പല സ്ഥലങ്ങളിൽ പല പേരല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ പറയണ പേരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വെറുതെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. മീൻ ഞാൻ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. തക്കാളി പഴുത്തത് ഒരു 3 ചെറുതായി കട്ട് ചെയ്ത് വെച്ചു. മാങ്ങ ഇട്ടാണ് വെക്കുന്നത്. മാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 20 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചു. ഒരല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ വേണ്ടത് അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങയോളം ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത്യാവശ്യം കൂടുതൽ ചുവ വരാത്ത രീതിയിൽ ഇടാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒന്ന് കളറൊക്കെ ആയിക്കോട്ടെ, കറിയൊക്കെ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ കഷ്ണങ്ങൾ വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എണ്ണയിലൊന്നും വഴറ്റണ്ട, അതങ്ങനെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിരവി വെച്ച തേങ്ങ മിക്സി ജാറിലിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെറും തേങ്ങ മാത്രം നന്നായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയുള്ളിയൊക്കെ നമ്മളതിലേക്ക് ചതച്ച് ചേർത്തിട്ടുണ്ടേ. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുക എന്തേ ഉള്ളി ഇട്ടില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ച് കലക്കൊന്നും വേണ്ട കേട്ടോ. ഇനി കഴുകി വെച്ച മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. കൂടുതൽ വേവണ്ട, ഇത് പെട്ടെന്ന് വേവുമല്ലോ. ഒന്ന് ഉപ്പും പുളിയും മുളകും ഒക്കെ അതിലേക്ക് ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. അല്പം ഉപ്പ് കുറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് ലേശം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ അതൊക്കെ നോക്കണേ, എന്നാലേ എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കുകയുള്ളൂ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. കൂടുതലൊന്നും തിളയ്ക്കണ്ട കേട്ടോ. ചട്ടിയുടെ ചൂട് തന്നെ പിന്നെ തിളച്ചായിക്കോളുമല്ലോ, നമുക്കറിയാലോ. ഇനി അതൊന്ന് വറുത്തിടണം. ചെറിയുള്ളിയും കറിവേപ്പിലയും വേണമെങ്കിൽ ഉലുവ ഇടുന്നവർക്ക് ഇടാം. ഒന്ന് മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് തണിഞ്ഞാൽ നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ, ലൈക്ക് ചെയ്യണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.